ശ്രീമന്നാരായണീയം ദശകം 8 നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. വൃത്തം ശാലിനി. ശ്ലോകം 1. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹ്യാദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. കഴിഞ്ഞ ദശകത്തില് ഹിരണ്യഗർഭനെ കുറിച്ച് വർണ്ണിച്ചിരുന്നു. സ്വയംഭൂവായ ആ ബ്രഹ്മാവ് എന്താണ് ചെയ്തത് എന്ന് ഇവിടെ വിവരിക്കുകയാണ്. പ്രാകൃത പ്രക്ഷയാന്തേ. പ്രക്ഷയം എന്ന് പറഞ്ഞ പ്രളയം. പ്രാകൃത പ്രക്ഷയാന്തേ, മഹാപ്രളയത്തിന്റെ അന്തത്തിൽ, അവസാനത്തില് ആദിമേഹി, ആദ്യത്തേതായ ബ്രാഹ്മേ കൽപ്പേ, ബ്രാഹ്മകൽപ്പത്തിൽ, ബ്രഹ്മാവിന്റെ ഒരു പകലിനാണ് കൽപ്പം എന്ന് പറയുന്നത്. രാത്രിക്ക് നൈമിത്തിക പ്രളയം എന്ന് പറയും. അപ്പൊ ആദ്യത്തേതായ മഹാപ്രളയത്തിന്റെ അവസാനത്തില് ആദ്യമുണ്ടായ ബ്രാഹ്മകൽപ്പത്തില് ഏവം, ഇപ്രകാരം, ഏവം താവത്, ഇപ്രകാരം, ലബ്ധജന്മ, ജന്മം ലഭിച്ച, ബ്രഹ്മാവ്, ഭൂയ, വീണ്ടും, ത്വത്ത ഏവ, നിന്തിരുവടിയിൽ നിന്ന് തന്നെ, ഭഗവാനിൽ നിന്ന് തന്നെ, വേദാൻ, വേദങ്ങളെ, അറിവുകളെ, ആപ്യ, ലഭിച്ചിട്ട്, കിട്ടിയിട്ട്, പൂർവകൽപ്പ ഉപമാനാം, മുൻപത്തെ, അതായത് പ്രളയത്തിന് മുൻപുള്ള ആ കൽപ്പത്തിലേതുപോലെ ഉള്ള, ഉപമാനം, ആ മുൻ കൽപ്പത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് അതുപോലെയുള്ള, സൃഷ്ടിയെ ചക്രേ ചെയ്തു. മഹാപ്രളയം കഴിഞ്ഞ് വീണ്ടും ബ്രഹ്മാവിന്റെ പകല് ഉണ്ടാകുകയാണ്. ആ സമയത്ത് വീണ്ടും ഭഗവാനിൽ നിന്ന് വേദങ്ങളെയെല്ലാം, അറിവുകളെയെല്ലാം കിട്ടിയിട്ട് മുൻപുണ്ടായിരുന്ന ആ കൽപ്പത്തിലെ പോലെയുള്ള സൃഷ്ടി ഇവിടെ ബ്രഹ്മാവ് ചെയ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.